നമസ്കാരം. 24 വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 17 ചൊവ്വാഴ്ചയാണ്. കന്നി 1. വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ദിനമാണിന്ന്. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി പുതിയ മുഖ്യമന്ത്രി ആര്, കെജ്രിവാളിന്റെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യത്തിന് ഇന്ന് ഉത്തരമാകും. നിർണായകമായ യോഗം ഡൽഹിയിൽ ചേരാൻ പോകുന്നു. ഏതാണ്ട് 12 മണിയോടുകൂടി, ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി കെജ്രിവാളിന്റെ പിൻഗാമി ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാകും എന്നാണ് കരുതുന്നത്. മലപ്പുറത്ത് നിപ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ജില്ലയിൽ ഒന്നാകെ ജാഗ്രത തുടരുന്നുണ്ട്. കൂടുതൽ പേരുടെ സാമ്പിളുകളുടെ ആദ്യഘട്ട പരിശോധനാ ഫലം ഇന്ന് ലഭിക്കാൻ പോകുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട ഏറെ വാർത്തകൾ കാത്തിരിക്കുന്ന ദിനമാണിന്ന്. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 ന്യൂസാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനം ഇന്ന് രാജിവെക്കും. ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറും. ഇന്ന് ചേരുന്ന ആം ആദ്മി പാർട്ടി നിയമസഭാ കക്ഷി യോഗം പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. അന്തിമഘട്ട പരിഗണനയിലുള്ളത് 6 പേർ. മലപ്പുറത്ത് നിപ രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകളുടെ ആദ്യഘട്ട പരിശോധനാ ഫലം ഇന്ന് ലഭിച്ചേക്കും. 13 പേരുടെ സാമ്പിളുകളാണ് കോഴിക്കോട് ലാബിലേക്ക് അയച്ചത്. സമ്പർക്ക പട്ടികയിലുള്ള 175 പേരിൽ 104 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ. പനിബാധിതരെ കണ്ടെത്താനുള്ള കണ്ടെയ്ൻമെന്റ് സോണിലെ ഫീവർ സർവേ ഇന്നും തുടരും. കൊൽക്കത്തയിൽ വനിതാ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. അന്വേഷണ പുരോഗതി സംബന്ധിച്ചും അറസ്റ്റ് സംബന്ധിച്ചുമുള്ള വിവരങ്ങൾ CBI കോടതിയെ ധരിപ്പിക്കും. പ്രതിഷേധിക്കുന്ന ഡോക്ടേഴ്സിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ, ആശുപത്രിയിൽ വിന്യസിച്ച CISF ഉദ്യോഗസ്ഥർക്ക് നൽകിയ സൗകര്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള റിപ്പോർട്ട് ബംഗാൾ സർക്കാർ കോടതിയിൽ സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74ാം പിറന്നാൾ. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി BJP സേവാ പർവ് ആചരിക്കും. രാജ്യത്തുടനീളം രക്തദാന ക്യാമ്പുകളും ആശുപത്രികളിലും സ്കൂളുകളിലും മറ്റ് പൊതുസ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ആഘോഷങ്ങളുടെ ഭാഗമായി രാജസ്ഥാനിലെ അജ്മീർ ഷെരീഫ് ദർഗയിൽ 4000 കിലോ വെജിറ്റേറിയൻ ലങ്കാർ വിളമ്പും. ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നാളെ. ഇന്ന് നിശബ്ദ പ്രചാരണം. 24 മണ്ഡലങ്ങളിലെ വോട്ടേഴ്സാണ് നാളെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ഈ മാസം 25-ന് 2ാം ഘട്ടവും ഒക്ടോബർ 1-ന് 3ാം ഘട്ട തെരഞ്ഞെടുപ്പും നടക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള ചെലവിനെ ചൊല്ലി ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ തുടരുന്നു. അധിക സഹായം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയ മെമ്മോറാണ്ടത്തിലെ പ്രാഥമിക കണക്കുകൾ തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. യഥാർത്ഥ കണക്ക് പുറത്തുവിടണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പൾസർ സുനിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാവശ്യപ്പെട്ട് സംസ്ഥാനം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വിചാരണ അട്ടിമറിക്കുന്നതിനായി ആക്രമണ ദൃശ്യങ്ങൾ പരസ്യപ്പെടുത്തുമെന്ന് അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിക്കും. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നിലനിർത്താൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3:30 നടക്കുന്ന മത്സരത്തിൽ ആതിഥേയരായ ചൈനയാണ് എതിരാളികൾ. ഗ്രൂപ്പ് ഘട്ടത്തിലെ 5 മത്സരങ്ങളും ജയിച്ച് സെമിയിൽ ദക്ഷിണ കൊറിയയെയും തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയത്. നോക്കാമിനി കേരളത്തിലെ പ്രധാന വാർത്തകൾ. കുന്നംകുളം വടുതല വട്ടംപാടത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച അപകടം. 2 പേർക്ക് പരിക്കേറ്റു. പെരുമ്പടപ്പ് സ്വദേശി നിസാർ, ഷെഫീഖ് എന്നിവർക്ക് പരുക്ക്. ചേർപ്പ് ചെറുതേനം മഹൽ കമ്മിറ്റി നബിദിന റാലി നടത്തി. ചേർപ്പ് ചെറുതേനം മഹൽ പ്രസിഡന്റ് K. അബ്ദുൽ സലാം പതാക ഉയർത്തി. യൂത്ത് കോൺഗ്രസ് ഇരവിപേരൂർ മണ്ഡലം കമ്മിറ്റി ലക്കി ഡ്രോ കൂപ്പൺ നറുക്കെടുപ്പ് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി 30 വീടുകൾ വെച്ച് നൽകുന്നതിന് ഫണ്ട് ശേഖരണാർത്ഥമാണ് കൂപ്പൺ ഇറക്കിയത്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അലക്സ് K. ചാക്കോ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി എഴുകുംവയൽ അരുൺ അലോഷ്യസ് റോഡ് നിർമ്മാണം വേഗം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തി എഴുകുംവയൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റി. മഴ പെയ്യുമ്പോൾ ചെളിക്കുളമാകുന്ന റോഡിൽ കാൽനടയാത്ര പോലും സാധ്യമല്ല എന്ന് പ്രദേശവാസികൾ. മലയാളി വെൽഫെയർ അസോസിയേഷൻ ഡൽഹി മയൂർ വിഹാർ ഫേസ് 3-ൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് K. വേണുഗോപാലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം MLA കുൽദീപ് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ പ്രിയങ്ക ഗൗതം, സന്ദീപ് മൽഹോത്ര എന്നിവർ പങ്കെടുത്തു. മെലഡി കിങ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 2 വിന്നർ ശ്രീനന്ദ് വിനോദും ഫൈനലിസ്റ്റ് അമൃത വർഷിണിയുടെയും ഗാനമേളയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. പരുമല കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാ അയ്യൻകാളി പട്ടികജാതി വികസന സംഘത്തിന്റെ ഉദ്ഘാടനം നടന്നു. പരുമല ക്ഷീരോത്പാദക സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ്
പുളിക്കീഴ് CIK അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഹഡ്കോ നൽകുന്ന 2 പുരസ്കാരങ്ങൾ തിരുവനന്തപുരം നഗരസഭ കരസ്ഥമാക്കി. ടാങ്കർ വഴി കുടിവെള്ളം ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന മികച്ച സംവിധാനം നടപ്പാക്കിയതിന് 1ാം സ്ഥാനം. വീടുകളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം മികച്ച രീതിയിൽ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് 3ാം സ്ഥാനവും നഗരസഭ കരസ്ഥമാക്കി. തൃശൂർ പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട മിനി ലോറി വൈദ്യുത പോസ്റ്റിലിടിച്ച അപകടം. ആളപായമില്ല. ഇടിയുടെ ആഘാതത്തിൽ വൈദ്യുതി പോസ്റ്റ് 2ആയി മുറിഞ്ഞു. തൃശൂർ അന്തിക്കാട് കല്ലിട വഴിയിൽ തകർന്നു കിടക്കുന്ന റോഡിലെ വെള്ളക്കെട്ടിലേക്ക് ഇരുചക്രവാഹനം മറിഞ്ഞ് വീട്ടമ്മയ്ക്ക് പരിക്ക്. കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം സ്വദേശി ഷെരീഫ അമ്മു സാഹിബിക്കാണ് പരിക്കേറ്റത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കോട്ടയം ഈസ്റ്റ് ലോക്കൽ അസോസിയേഷൻ പള്ളം CMS ഹൈസ്കൂളിലെ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചു നൽകി. സ്നേഹഭവനത്തിന്റെ താക്കോൽ സമർപ്പണം ചങ്ങനാശ്ശേരി MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ നിർവഹിച്ചു. പരിപാടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കോട്ടയം കടുത്തുരുത്തി 600 മംഗലം റോഡ് നന്നാക്കാൻ അധികൃതർ കാണിക്കുന്ന നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് റോഡിലെ വെള്ളക്കെട്ടിൽ തുണി അലക്കി യുവാവിന്റെ വേറിട്ട പ്രതിഷേധം. കടുത്തുരുത്തി സ്വദേശി പ്ലാച്ചേരി തടത്തിൽ രഞ്ജുമോനാണ് വേറിട്ട പ്രതിഷേധം നടത്തിയത്. ഓണസമ്മാനമായി തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദിക്ക് പുതിയ കോച്ചുകൾ വരുന്നു. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണ് ട്രെയിനിൽ സജ്ജമാക്കുക. നാളെ നടക്കുന്ന ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ മാനദണ്ഡങ്ങൾ കർശനമായി നടപ്പാക്കാൻ പള്ളിയോട സേവാ സംഘം. ജലമേളയിൽ 52 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. ജലഘോഷയാത്രയെ തുടർന്ന് മത്സരവെള്ളം കളിയും സമ്മാനദാനവും നടക്കും. ഉത്രട്ടാതി വള്ളം കളിക്ക് തടസ്സമായി പമ്പാനദിയിൽ രൂപപ്പെട്ടിരിക്കുന്ന മൺപുറ്റ് നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. നദിയിൽ കൂടുതൽ ഭാഗങ്ങളിൽ മണൽപുറ്റ് വ്യാപിച്ചതിനാൽ പള്ളിയോടങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സം നേരിട്ടിരുന്നു. പത്തനംതിട്ട റാന്നി മണ്ണാരക്കുളത്തി പമ്പ പാതയിൽ തെരുവ് നായശല്യം അതിരൂക്ഷം. കാൽനട യാത്രക്കാർക്ക് നേരെ നായകൾ പാഞ്ഞെടുക്കുന്നതിൽ ആശങ്ക. കഴിഞ്ഞ ദിവസങ്ങളിൽ കടിയേറ്റത് നിരവധി പേർക്ക്. ആലപ്പുഴ ബീച്ചിലും പരിസര പ്രദേശങ്ങളിലും ലഹരി മാഫിയകൾ പ്രവർത്തിക്കുന്നതായി പരാതി. വിജയ പാർക്കിന് പുറകുവശത്തെ പാറക്കൂട്ടങ്ങൾക്കിടയിലും കാറ്റാടി ഭാഗം, അയ്യപ്പൻപുഴി എന്നിവിടങ്ങളും കേന്ദ്രമാക്കിയാണ് ലഹരി മാഫിയ പ്രവർത്തിക്കുന്നതെന്ന് പരാതി. പോലീസിന്റെ ഇടപെടൽ വേണമെന്നും ആവശ്യം. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ മാതൃകയാകാൻ ആലപ്പുഴ KSRTC ഡിപ്പോ. മാലിന്യമുക്തം KSRTC ക്യാമ്പയിന്റെ ഭാഗമായി ഡിപ്പോയും പരിസരങ്ങളും ശുചീകരിച്ചു. ഡിപ്പോ ഓഫീസ് ഹരിത ഓഫീസായി മാറ്റാനും തീരുമാനം. ആലപ്പുഴ ചാരുമൂട് ജംഗ്ഷനിൽ ട്രാഫിക് പോലീസിന്റെ സേവനമില്ലാത്തതിനാൽ കാൽനടയാത്രികർ ദുരിതത്തിൽ. തിരക്കേറിയ ടൗണിൽ മതിയായ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കാൻ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ വേണമെന്ന ആവശ്യം. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ദേശീയപാത മുറിച്ചു കടക്കുന്നത് ജീവൻ പണയം വെച്ച്. കോട്ടയം താഴത്തങ്ങാടി മത്സരവെള്ളം കളി അടുത്ത മാസം 6 നടക്കും. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ, തിരുവാർപ്പ് പഞ്ചായത്ത്, കോട്ടയം നഗരസഭ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വള്ളം കളി നടക്കുക. കോട്ടയം ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിക്ക് അത്യാധുനിക നിലവാരത്തിലുള്ള പുതിയ കെട്ടിടമുയരുന്നു. 4 മേജർ ഓപ്പറേഷൻ തിയേറ്ററുകൾ, വാർഡുകൾ, ഡയാലിസിസ് യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്ന കെട്ടിടമാണ് നിർമ്മിക്കുക. കെട്ടിട നിർമ്മാണം 80 കോടി രൂപ ചെലവിൽ. മാലിന്യ കൂമ്പാരം നിറഞ്ഞ തൊടുപുഴ നഗരസഭ ലോറി സ്റ്റാൻഡ്. കുന്നുകൂടി കിടക്കുന്നത് ടൺ കണക്കിന് മാലിന്യങ്ങൾ. പ്രദേശത്ത് തെരുവ് നായകൾ തമ്പടിക്കുന്നതായി പരാതി. മാലിന്യം നീക്കം ചെയ്യാൻ ഉടൻ നടപടി വേണമെന്നും ആവശ്യം. വല്ലാർപാടം ബസലിക്കയിൽ 500 വർഷങ്ങൾ പിന്നിടുന്ന ചരിത്ര തിരുനാളിന് കൊടിയേറി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമരിത്തൂസ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. 9 നാളുകൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ഈ മാസം 24-ന് സമാപിക്കും. റെയിൽവേ സ്റ്റേഷൻ ക്ലാസിഫിക്കേഷനിൽ എറണാകുളം ജില്ലയിലെ 2 സ്റ്റേഷനുകൾക്ക് സ്ഥാനക്കയറ്റം. നോൺ സബർബൻ ഗ്രൂപ്പ് 2 വിഭാഗത്തിൽ എറണാകുളം ടൗൺ സ്റ്റേഷൻ ഇടം നേടി. NSG4 വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഇടം നേടിയിട്ടുണ്ട്. 100 കോടിയിലേറെ വരുമാനം നേടിയ സ്റ്റേഷനുകളാണ് NSG2 വിഭാഗത്തിൽ ഉള്ളത്. ആലുവ മാർത്താണ്ഡവർമ്മ ഇരട്ടപ്പാലത്തിന്റെ ഇരുവശത്തുമുള്ള നടപ്പാതകൾ ഇരുട്ടിൽ. മതിയായ വഴിവിളക്കുകൾ സ്ഥാപിക്കാൻ നടപടിയില്ലാത്തതാണ് ദുരിതത്തിന് കാരണം. പ്രശ്നപരിഹാരത്തിന് അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ. എറണാകുളം തേവരയിൽ കോർപ്പറേഷന്റെ അരനൂറ്റാണ്ട് പഴക്കമുള്ള മാർക്കറ്റ് കെട്ടിടം പൊളിച്ചു നീക്കൽ തുടങ്ങി. 1973 നിർമ്മിച്ച കെട്ടിടമാണ് പൊളിക്കുന്നത്. ആധുനിക നിലവാരത്തിലുള്ള പുതിയ മാർക്കറ്റ് കെട്ടിടം നിർമ്മിക്കുകയാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം. നിലമ്പൂർ സംസ്ഥാന പാതയിൽ ഒറ്റപ്പിലാവിന് സമീപം തകർന്ന ശുദ്ധജല പൈപ്പ് മാറ്റി സ്ഥാപിക്കൽ പുരോഗമിക്കുന്നു. തൃത്താല കുടിവെള്ള പദ്ധതിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പൊട്ടിയത് 3 ദിവസം മുമ്പ്. വെള്ളം കുത്തിയൊലിച്ച് സംസ്ഥാന പാതയിൽ കുഴി രൂപപ്പെട്ടിരുന്നു.
ഉദയംപേരൂർ പഞ്ചായത്ത് പാലിയേറ്റീവ് കെയറിന് സഹായഹസ്തവുമായി പറവൂർ ബ്രദേഴ്സ്. വീൽചെയർ അടക്കമുള്ള ഉപകരണങ്ങൾ കൈമാറി. ഉദയംപേരൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാവിത്രി ഐ.കെ. ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. എക്സൽ VBS 2025 തീം റിലീസും ലോഗോ പ്രകാശനവും നടന്നു. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് ഓവർസിയർ വൈ റെജി ലോഗോ പ്രകാശനം ചെയ്തു. ചടങ്ങിൽ വർക്കി എബ്രഹാം കാണാച്ചത്ത് അധ്യക്ഷനായി. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാനത്ത് നിർത്തിവെച്ച റേഷൻ മസ്റ്ററിംഗ് നാളെ പുനരാരംഭിക്കും. എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും മസ്റ്ററിംഗിന് സൗകര്യമൊരുക്കി ഒക്ടോബർ 31-നകം പൂർത്തിയാക്കാനാണ് തീരുമാനം. 3 ഘട്ടങ്ങളിലായിട്ടാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക. 2024-25 അധ്യയന വർഷത്തെ MTech കോഴ്സിൽ തിരുവനന്തപുരം ബാൽട്ടൺ ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള സീറ്റിലേക്ക് ഈ മാസം 19-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. താൽപ്പര്യമുള്ളവർ രാവിലെ 9-ന് കോളേജിൽ എത്തിച്ചേരണം. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കരാറടിസ്ഥാനത്തിൽ സീനിയർ റെസിഡന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒക്ടോബർ 10-ന് വൈകിട്ട് 3 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കാക്കൂർ സെക്ഷൻ, ചേളന്നൂർ സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. തിരുവനന്തപുരം വെള്ളായണി ശ്രീ അയ്യൻകാളി മെമ്മോറിയൽ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 20-ന് സ്കൂൾ ഓഫീസിൽ നടക്കും. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാമിന് ദേശീയ വാർത്തകൾ. മണിപ്പൂരിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനം പിൻവലിച്ചു. സംസ്ഥാനത്തെ നിലവിലുള്ള ക്രമസമാധാന നില അവലോകനം ചെയ്ത ശേഷമാണ് തീരുമാനം. ഈ മാസം 20 വരെ നീട്ടിയ നിരോധനമാണ് പിൻവലിച്ചത്. ചെന്നൈയിൽ കളക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്താനിരുന്ന 100ഓളം സാംസങ് ഇലക്ട്രോണിക്സ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാഞ്ചീപുരം ജില്ലയിലെ സാംസങ് ഫാക്ടറിയിലെ തൊഴിലാളികൾ ഒരാഴ്ചയോളമായി പണിമുടക്കിലാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP നേതാവ് മനോജ് തിവാരി. ഡൽഹിയിലെ പ്രശ്നത്തെക്കാൾ വലുതാണ് കെജ്രിവാളിന്റെ ഈഗോ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ ഉണ്ടായിട്ടില്ല എന്നും മനോജ് തിവാരി. ഗാന്ധിനഗറിൽ നടക്കുന്ന 4ാമത് ഗ്ലോബൽ റിന്യൂവബിൾ എനർജി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3 ദിവസത്തെ സമ്മേളനത്തിൽ വ്യവസായം, സാമ്പത്തിക മേഖലകളിൽ സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെടെ 1000 പ്രതിനിധികൾ പങ്കെടുക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജിപ്രഖ്യാപനത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. രാജി രാഷ്ട്രീയമല്ല, ബിസിനസ്സാണെന്ന് സന്ദീപ് ദീക്ഷിത്. രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാന വികസനം, പൊതുക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ചയായി. ഭോപ്പാലിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. 3 വാഗണുകളാണ് പാളം തെറ്റിയത്. ആളപായമില്ല. അപകടം മിസ് റോഡിനും മധ്യദ്വീപ് റെയിൽവേ സ്റ്റേഷനും ഇടയിൽ. തെലങ്കാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50 ലക്ഷം രൂപ സംഭാവന നൽകി ചിരഞ്ജീവി. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ജൂബിലി ഹിൽസിലെ വസതിയിൽ ചിരഞ്ജീവി നേരിട്ടെത്തി ചെക്ക് കൈമാറി. സംസ്ഥാനത്തെ വെള്ളപ്പൊക്കത്തിൽ ജനങ്ങൾക്കുണ്ടായ ജീവഹാനിയിലും ബുദ്ധിമുട്ടുകളിലും വേദനയുണ്ടെന്ന് താരം. ഛത്തീസ്ഗഡ് സുക്മയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിച്ച 3 IEDകൾ സുരക്ഷാസേന കണ്ടെടുത്തു. ശനിയാഴ്ച സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടിരുന്നു. രാജ്യത്ത് എംപോക്സ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ ബംഗളൂരു വിമാനത്താവളം അതീവ ജാഗ്രതയിൽ. വിമാനത്താവളത്തിൽ പരിശോധന നിർബന്ധമാക്കി. രാജ്യാന്തര വാർത്തകൾ. മ്യാൻമറിൽ യാഗി ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും 113 പേർ മരിച്ചതായി റിപ്പോർട്ട്. 64 പേരെ കാണാതായി. 60,000-ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. 187 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 2 ലക്ഷത്തോളം ആളുകൾ. അഫ്ഗാനിസ്ഥാനിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പയിനുകൾ താലിബാൻ താൽക്കാലികമായി നിർത്തിവെച്ചതായി UN. പോളിയോ വ്യാപനം തടയാൻ കഴിയാത്ത 2 രാജ്യങ്ങളിൽ ഒന്നാണ് അഫ്ഗാനിസ്ഥാനെന്നും UN. പടിഞ്ഞാറൻ കെനിയയിൽ ചെറുവിമാനം തകർന്നു വീണ് അപകടം. ആളപായമില്ല. അപകടം ടേക്ക് ഓഫിനിടെ. അപകട സമയം വിമാനത്തിൽ 16 പേർ ഉണ്ടായിരുന്നു. പാപ്പുവ ന്യൂഗിനിയയിലെ സ്വർണ്ണഖനിക്ക് സമീപം 2 ഗോത്രവിഭാഗങ്ങൾ ഏറ്റുമുട്ടി. 20 പേർ കൊല്ലപ്പെട്ടു. പോർഗരെ താഴ്വരയിൽ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പതിവാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും. ഒരാൾ മരിച്ചു. 7 പേരെ കാണാതായെന്ന് റിപ്പോർട്ട്. നദികളും തോടുകളും കരകവിഞ്ഞൊഴുകി. വ്യാപക കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തു. ജപ്പാന്റെ H2A റോക്കറ്റിന്റെ വിക്ഷേപണം വീണ്ടും മാറ്റിവെച്ചു. പുതുക്കിയ ലോഞ്ച് തീയതി പിന്നീട് അറിയിക്കുമെന്ന് വിക്ഷേപണത്തിന്റെ ചുമതലയുള്ള മിത്സുബിഷി ഹെവി. കാലാവസ്ഥ മോശമായതിനാലാണ് വിക്ഷേപണം മാറ്റിവെച്ചതെന്ന് വിശദീകരണം.
സിഡ്നിയിലെ വടക്കൻ മരിയാന ദ്വീപുകളിൽ ഭൂചലനം 6.3 തീവ്രത രേഖപ്പെടുത്തി. സുനാമി മുന്നറിയിപ്പ് ഇല്ല. ഫിലിപ്പൈൻസിൽ 3 പേർക്ക് കൂടി എംപോക്സ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 18ആയി. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഉച്ചവിശ്രമ നിയമം ഫലപ്രദമായി നടപ്പാക്കി UAE. ഈ വർഷത്തെ ഉച്ചവിശ്രമ നിയമം 99.9% സ്ഥാപനങ്ങളും പാലിച്ചതായി അധികൃതർ. നിയമലംഘനം കണ്ടെത്താൻ ഈ വർഷം നടത്തിയത് 1.5 ലക്ഷത്തോളം പരിശോധനകൾ. ബിസിനസ് വാർത്തകൾ. ഫുഡ് ഡെലിവറി സേവനങ്ങളെ ആശ്രയിക്കുന്നവർക്കായി പുതിയൊരു സേവനം പരിചയപ്പെടുത്തി സ്വിഗ്ഗി. 15 മിനിറ്റിനുള്ളിൽ ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളും കഫേ വഴി ഇനി സ്വിഗ്ഗി ഉപഭോക്താക്കളിൽ എത്തിക്കും. ഇനി വൈദ്യുതി ബില്ലടയ്ക്കാം ഈസിയായി. മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ലടയ്ക്കാനുള്ള സൗകര്യം വരുന്നു. ഒക്ടോബർ മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് UPI ഉപയോഗിച്ച് നികുതി പേയ്മെന്റ് നടത്താനുള്ള പരിധി വർദ്ധിപ്പിച്ചു. ഇതോടെ UPI വഴി 5 ലക്ഷം രൂപ വരെയുള്ള നികുതി പേയ്മെന്റ് നടത്താൻ കഴിയും. 2 വർഷത്തിനുള്ളിൽ 4 ആഡംബര കാറുകൾ പുറത്തിറക്കാനൊരുങ്ങി JSW MG മോട്ടോർ ഇന്ത്യ. കൂടാതെ 12 MG സെലക്ട് ഷോറൂമുകൾ തുറക്കാനും കമ്പനി പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ആപ്പിളിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS 18ന്റെ ആഗോള റോൾ ഔട്ട് ഔദ്യോഗികമായി ആരംഭിച്ചു. ഹോം സ്ക്രീൻ, ലോക്ക് സ്ക്രീൻ, കൺട്രോൾ സെന്റർ എന്നിവ വ്യക്തിഗതമാക്കാനുള്ള വിപുലമായ കഴിവാണ് iOS 18ന്റെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്ന്. US ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വർധന. മൂല്യം 5 പൈസ ഉയർന്ന് 83.87 എന്ന നിലയിൽ എത്തി. ധാർവാഡ് അഗ്രികൾച്ചറൽ സയൻസസ് സർവകലാശാലയിൽ 34ാമത് കൃഷിമേള ഈ മാസം 21 മുതൽ 24 വരെ നടക്കും. കാലാവസ്ഥാ വ്യതിയാനം കൈകാര്യം ചെയ്യുന്നതിനുള്ള കാർഷിക സാങ്കേതിക വിദ്യകൾ എന്നതാണ് പ്രമേയം. ടെൻസെന്റ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് സഹസ്ഥാപകൻ പോണി മാ ചൈനയിലെ ധനികരുടെ പട്ടികയിൽ വീണ്ടും ഒന്നാമതെത്തി. ടിക്ടോക്ക് ഉടമയായ ഷാങ് യുമിങ് ആണ് 2ാം സ്ഥാനത്ത്. അടുത്ത മാസം 1 മുതൽ വാഹന ഇറക്കുമതി നിരോധനം ഘട്ടം ഘട്ടമായി നീക്കാനൊരുങ്ങി ശ്രീലങ്കൻ സർക്കാർ. 2020 കോവിഡ് വ്യാപനത്തോടെ ഫൊറക്സ് കരുതൽ ശേഖരം സംരക്ഷിക്കുന്നതിനായാണ് ശ്രീലങ്ക ഇറക്കുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. നോക്കാം ഇനി കായിക വാർത്തകൾ. കേരള ക്രിക്കറ്റ് ലീഗിൽ ഇനി സെമി ഫൈനൽ പോരാട്ടങ്ങൾ. ഇന്ന് ഉച്ചയ്ക്ക് 2:30 നടക്കുന്ന ആദ്യ സെമിയിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് അദാനി ട്രിവാൻഡ്രം റോയൽസിനെ നേരിടും. വൈകുന്നേരം 6:30 നടക്കുന്ന 2ാം സെമിയിൽ കൊല്ലം സെയിലേഴ്സും തൃശൂർ ടൈറ്റൻസും ഏറ്റുമുട്ടും. ISLൽ ഇന്ന് FC ഗോവ ജംഷഡ്പൂർ മത്സരം. രാത്രി 7:30 ഗോവയുടെ മൈതാനത്താണ് പോരാട്ടം. കഴിഞ്ഞ സീസണിൽ ഗോവ സെമി ഫൈനലിലെത്തിയപ്പോൾ ജംഷഡ്പൂർ 11ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ഫ്രാൻസ് ഇന്റർനാഷണൽ അഡ്രിയാൻ റാബിയോ ഒളിമ്പിക് ഡി മാർസയിൽ ട്രാൻസ്ഫറിലാണ് താരത്തെ ഫ്രഞ്ച് ക്ലബിൽ എത്തിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് വൈറൽ അണുബാധ സ്ഥിരീകരിച്ചു. ഈ ആഴ്ച ഇറാഖിലെ അൽ ഷോട്ടയിൽ നടക്കുന്ന അൽ നാസറിന്റെ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഉദ്ഘാടന മത്സരം നഷ്ടമാകും. വിശ്രമം ആവശ്യമെന്നും വീട്ടിൽ തന്നെ തുടരണമെന്നും ടീം ഡോക്ടർ. പാകിസ്ഥാൻ ക്രിക്കറ്റ് സെലക്ടർമാരുടെ തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പാക് ഓൾറൗണ്ടർ ഇമാദ് വസീം. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ബാബർ അസമിനെ പാകിസ്ഥാൻ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം എല്ലാവരെയും ഞെട്ടിച്ചുവെന്ന് വസീം. വനിതാ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം പറ്റുന്ന താരമെന്ന റെക്കോർഡ് ഇനി ബാഴ്സലോണയുടെ സ്പാനിഷ് താരം ഐത്താന ബോൺമാറ്റിക്ക്. 6 കോടി രൂപയ്ക്ക് മുകളിലാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ടുകൾ. ഇനി നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ഷെയ്ൻ നിഗത്തെ നായകനാക്കി വീര സംവിധാനം ചെയ്യുന്ന കാൽ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയായി. 90 ദിവസം ചിത്രീകരണം നീണ്ടുനിന്ന ചിത്രത്തിൽ സാക്ഷി വൈദ്യയാണ് നായിക. ഇന്ദ്രജിത്ത് വീണ്ടും പോലീസ് വേഷത്തിൽ. നവാഗതനായ ജിതിൻ സുരേഷ് ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രത്തിന്റെ പ്രീ അനൗൺസ്മെന്റ് ടീസർ പുറത്തിറങ്ങി. ടൊവിനോ തോമസ് നായകനായെത്തുന്ന ചിത്രം ഐഡന്റിറ്റിയിൽ നായികയായി തെന്നിന്ത്യൻ നായിക തൃഷ. ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിട്ട് അണിയറ പ്രവർത്തകർ. അജു വർഗീസും ജോണി ആന്റണിയും ഒന്നിക്കുന്നു. ഇരുവരും ഒന്നിക്കുന്ന സ്വർഗം എന്ന ചിത്രത്തിന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി. റെജീസ് ആന്റണിയാണ് സംവിധാനം. മഞ്ജു പിള്ള, അനന്യ എന്നിവരാണ് മറ്റ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്.
സുബ്ബലക്ഷ്മി അമ്മയ്ക്ക് ആദരവുമായി വിദ്യാബാലൻ. ഒറിജിനലിനെ വെല്ലും ചിത്രങ്ങളെന്ന് ആരാധകർ. നോക്കാമിനി ഫാക്ട് ചെക്ക്. ഓസ്ട്രേലിയയുമായുള്ള ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുന്നോടിയായി ലയണൽ മെസ്സി ഇന്തോനേഷ്യ ഫുട്ബോൾ ടീമിനെ പിന്തുണച്ചെന്ന പേരിൽ പ്രചരിക്കുന്ന പോസ്റ്റ് വ്യാജം. യഥാർത്ഥത്തിൽ ഓസ്ട്രേലിയ ഇന്തോനേഷ്യ മത്സരത്തെക്കുറിച്ച് മെസ്സി പ്രതികരിച്ചിട്ടില്ല. നോക്കാമിനി ലേറ്റസ്റ്റ് ന്യൂസ്. ഹരിയാനയിൽ വാഹനാപകടം. 2 ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 50-ലധികം പേർക്ക് പരിക്ക്. അപകടം ഹരിയാനയിലെ ഖാർഗോഡയിൽ. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. കാലിഫോർണിയയിൽ ഭൂചലനം. 3.7 തീവ്രത രേഖപ്പെടുത്തി. ആളപായം ഇല്ല. ഉത്തർപ്രദേശ് ഫിറോസാബാദിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ സ്ഫോടനം. 4 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ആക്രമണം ഘടിപ്പിച്ച് ഇസ്രയേൽ. നുസ്രാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടന്ന ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഇതോടെ മരണം 41,226 ഉയർന്നു. നോക്കാം ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ടെക്സാസ് കെമിക്കൽ പ്ലാന്റിൽ സ്ഫോടനം. തീപിടുത്തത്തിന്റെ കാരണം അവ്യക്തം. ആളപായം ഇല്ല. മ്യാൻമറിൽ കനത്ത മഴ. മ്യാൻമറിൽ ഇന്നലെ പെയ്ത് 216 മില്ലിമീറ്റർ മഴ. 60 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന മഴയെന്ന് റിപ്പോർട്ട്. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്.